എന്റെ മോളോട് ചോദിച്ചല്ലോ, അമ്മക്ക് ആ ഉണ്ട കണ്ണട കഴിച്ചാൽ പോലെയാണ് ഈ കുറെ കഴിക്കണമെന്ന് ചോദിക്കേണ്ട ഗതികേടെ വാര്യം പറഞ്ഞെങ്കിലും കഴിക്കണം അടിപിടിക്കും. അപ്പൊ മക്കളുടെ മുമ്പിൽ എന്ത് ചെയ്യണം? ഇത് പല യോജിപ്പുകളുണ്ടാവും. അതെന്തുകൊണ്ടാണ് അതാണ് ഞാനെങ്ങനെ കൊണ്ട് പറയുന്നത്, മോളെ വേണ്ടേ മോളെ കല്യാണത്തിന് മുമ്പേയുള്ള പ്രണയം എന്റെ അമ്മനെ പോലെ ആയിരുന്നു. സ്വപ്നങ്ങൾ മാത്രം ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞാൽ അത് ഇത് മൂക്കൊലിപ്പ്, ഓളെ ഉയരവേദന, ചെക്കൻ്റെ ഫീസ്, ഇതൊന്നും നമ്മൾ കല്യാണത്തിന് മുമ്പ് ചർച്ച ചെയ്തില്ല. നിങ്ങൾ കല്യാണത്തിന് മുമ്പേ ചെക്കൻ്റെ ഫീസ് എത്ര ഉണ്ടാവും, എൻ്റെ വരുമാനത്തിനനുസരിച്ച് മോനെ പോലെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ കല്യാണത്തിന് ആഫ്റ്റർ മാരേജ് നമ്മുടെ ജീവിതത്തിൽ പ്രാരാബ്ദങ്ങൾ വരുമ്പോൾ വിയോജിപ്പുകൾ ഉണ്ടാവും. ശരിയാണോ? ആ വിയോജിപ്പുകൾ കാണിക്കേണ്ടത് മക്കളോടല്ല. നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിനനുസരിച്ച് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് ആദ്യം സെറ്റ് ചെയ്യണം. ഈ അതുകൊണ്ടാണ് ജപ്പാനിൽ പുതിയ പ്രശ്നങ്ങളില്ല, പുതിയ പ്രശ്നങ്ങൾ നമ്മുടെ അന്നത്തെ വീട്ടുകാരോട് മത്സരിക്കാനുള്ള ശ്രമം. ആ ശ്രമം നിങ്ങൾ ശ്രമിച്ചോളി. ഈച്ചയുടെ മുമ്പ് പറയുന്നു അവിടെ ഞാനിപ്പോൾ പറയുന്ന ഭാര്യ എനിക്ക് എന്നെ ഇട്ടല്ല, എനിക്ക് ഇന്ന് ഇട്ടല്ല, എനിക്ക് എന്നെ ഇട്ടല്ല. പക്ഷെ മക്കളെ നമുക്ക് ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഈ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ റോൾ മോഡൽ സാധനം നമ്മൾ രണ്ടാമത് പ്രണയിക്കുന്നത് നിങ്ങളെ മക്കൾ കാണണം. എന്നാലേ അയച്ചത് കുടുംബത്തെ സ്നേഹിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ മാറ്റമുണ്ടല്ലോ. ഞാൻ ഭാര്യ അഭിനയപ്പോ ഞാൻ ഓഫീസിൽ വന്നോണ്ടില്ല, അവിടെ കണ്ണാ ചോറ് തിന്നടാ, ഒരു ഉരുള അങ്ങോട്ട്, ഒരു ഉരുള ഇങ്ങോട്ട്, ഒരു ഉമ്മ അങ്ങോട്ട്, എല്ലാത്തിനെയും പിടിച്ചിട്ട് രണ്ടിയിൽ നിന്ന അമ്മ ചോറ് തിന്നു, പശു പുല്ലിൽ നിന്നു ഒക്കെ ഈ കുട്ടിയുടെ മുമ്പിൽ ചോദിച്ചപ്പോ 6 മാസം കൊണ്ട് മക്കൾ മക്കളുണ്ട്. ആ കുട്ടികൾ എൻ്റെ അമ്മ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുന്നു. പശു പുല്ലിൽ നിന്നോന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെയൊക്കെയാണ് കുടുംബം പറഞ്ഞുകൊടുത്തത്, കാണിച്ചു കൊടുത്തത്. എൻ്റെ ഭാര്യയോട് എത്ര പറഞ്ഞ കാര്യമില്ല. പ്രശ്നം നല്ല അവൾ പറയാം, ഈ വികല്പം അടി കൂടുക ഞാൻ ഐറ്റിയുടെ സ്കൂളിൽ പോയിട്ട് കൂടാലോ. ഐറ്റിയുടെ മുമ്പിലല്ലേ നമ്മുടെ റോൾ മോഡൽസ് ആവേണ്ടത്. അല്ലാണ്ട് അവരുടെ മുന്നിൽ ആഘോഷാലകൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയും. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഈ സ്കൂളിനെ കുറിച്ച്, സ്കൂളിലെ സിസ്റ്റത്തിനെ കുറിച്ച്, സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറിച്ച് കുട്ടികളെ മുന്നിൽ ഒരു വർത്തമാനം പറയരുത്. ടീച്ചറുടെ പക്ഷത്ത് നിൽക്കണം നിങ്ങൾ. കാരണം നമ്മുടെ മക്കൾ ശരിയായ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് വരണമെങ്കിൽ നിങ്ങളും ടീച്ചറും സമൂഹവും തമ്മിലൊരു അന്തർധാര ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ആരാ പ്രസംഗം? ഇവിടുത്തെ കുട്ടികളാണ് പ്രസംഗക്കാർ, പേരൻസ് ആണ് പ്രസംഗക്കാർ. പറഞ്ഞോ? അപ്പോൾ നിങ്ങളെ മക്കൾ തൂങ്ങിച്ചത്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം രക്ഷാകർത്താക്കൾക്കാണ്. നിങ്ങളുടെ മക്കൾ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം എത്ര വയസ്സുകാരെ? 18 വയസ്സ്. പിന്നെ ഇങ്ങനെ തോന്നിട്ട് അതിപ്പോഴേ പറയണം. അടുത്ത പറഞ്ഞ കുട്ടികളെ കുട്ടികളൊക്കെ എൻ്റെ വീട്ടിൽ വീട്ടിലുള്ള മക്കൾ പഠിക്കില്ല എന്നുള്ള പ്രശ്നമുണ്ടാകും. വൈകുന്നേരം നമ്മൾ കമന്റിൽ പറയണ എടി പുളി എങ്ങനെ പറയണ. എൻ്റെ ഭാര്യ എനിക്ക് നിങ്ങളെ അറിയില്ല. എൻ്റെ ഭാര്യ രാവിലെ ഇങ്ങനെയല്ല ഞാൻ ക്ലാസ്സിൽ നിന്ന് എൻ്റെ വീട്ടിൽ ചിരിച്ച് നയിക്കും. ഇവളാണെങ്കിൽ രാവിലെ കുറ്റത്തോളം എണീക്ക് എന്തെണീക്ക് ഇത് ഇവിടെ എന്നെ ഉള്ളുക എങ്ങനെയല്ലോ എണീക്കുന്നത് പല്ലിയിട്ട് കുട്ടികൾ പല്ലിയുമ്പോൾ ഓളം മുടക്കാണ്. അതിനനുസരിച്ച് ഇവിടെ പോകുമ്പോൾ ഒരു സ്കൂളിൽ പ്രൊജക്ട് തന്ന കുട്ടികളത് ചെയ്യില്ല. എൻ്റെ ഓളം കുട്ടികൾ ഇവിടെ എങ്ങനെ ചെയ്യാം. എൻ്റെ കുട്ടികളത് ബുക്ക് കൊടുത്തിട്ട് സ്കൂൾ ടീച്ചർ ഗുഡ് വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ മുളേൻ്റെ സുഹൃത്ത് അറിയാം. പിന്നെ എങ്ങനെ എൻ്റെ കുട്ടി നന്നാവുക? കുട്ടിക്ക് കുട്ടിയുടെ ബാഗിലേക്ക് പുസ്തകങ്ങൾ ഒപ്പിക്കാനെങ്കിലും കഴിയണം. ഈ സ്കൂളിൽ ഈ സ്കൂൾ ബസ്സിലാണ് പറഞ്ഞത്. അവിടെ ഈ കുട്ടികളെ ഈ സ്കൂളിലെ കുട്ടികൾക്ക് മാനസിക കരുത്തില്ല. ഈ സ്കൂളിലേക്ക് ഒറ്റയ്ക്ക് വരുവാൻ സകല സ്കൂളുകൾക്ക് സ്കൂൾ ബസ്സും ഓട്ടോറിക്ഷ ഉണ്ടാകുന്ന ഉറപ്പിച്ചോ. കുട്ടികൾക്ക് ഈ സമൂഹത്തിലൂടെ നെഞ്ചിലിരിക്കാൻ നടക്കാനുള്ള ഒരു അവകാശമാണ് നഷ്ടപ്പെടുത്തി കഴിയുന്നത്. ഈ മണ്ണിനെ അറിയാൻ, നാടിനെ അറിയാൻ നിങ്ങളെ മക്കളെ ഉള്ള അവസരം സ്കൂൾ ബസ്സിൽ കൊണ്ട് നൽകി. ശരിയല്ലേ? എൻ്റെ മോളിൽ ഞാൻ വണ്ടിയിലൊക്കെ വിടുന്നതിന് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ മോൻ ഒറ്റ സ്കൂളിൽ നടന്നു പോയിട്ട് തിരിച്ചു തരുന്നത് കാണുമ്പോഴാണ് എനിക്കൊരു അച്ഛൻ എന്ന് പറയുന്ന ഒരു വികാരം. നിങ്ങളുടെ പാടുന്ന കാര്യത്തിൽ ഉറച്ച കാര്യത്തിൽ സ്കൂൾ വിട്ടിട്ട് അതേപോലെയുള്ള തുടർന്ന് ഒരു വിദ്യാഭ്യാസ ശരിയാണോ? ഇത് എൻ്റെ മോൻ സ്കൂളിൽ പോകാൻ ഗ്യാസിനെ കുറ്റി ചെയ്യുന്നുണ്ട്. ഗ്യാസിനെ കുറ്റി തീർന്നാലും വിട്ട് കുത്തി ആ വെള്ളമൊക്കെ ഉണ്ടാകും. അവിടെ ഒരു വണ്ടിയിൽ എല്ലാം കൂടി കിട്ടി കുറ്റി ഞാൻ ലോറി കയറ്റും.
വൈകുന്നേരം അതേ കുറ്റി ആടുന്ന ഉണ്ടാകും. അപ്പം നമ്മളെല്ലാം കുട്ടി എടുത്തിങ്ങോട്ടേ അല്ലേ? ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചക്കൻ അങ്ങനത്തെ തന്നെ ഇവിടെ വേഗമെടുത്ത് വാട്ടർ ബോട്ടിലെടുത്ത് വിട്ടി ആ കൊടുക്കൊരാളെ ഉണ്ടാകും. അപ്പോൾ ഒരു സ്കൂൾ ബസ് ടീച്ചർ വിട്ടി കഴിക്കുകയും വൈകുന്നേരം ആ കുറ്റി ഉരുട്ടി ആളെ കൊണ്ടുവരും. എന്നാൽ ആ കുറ്റി ഒറ്റടിക്ക് പോകാൻ പറയാം. അതിന് നമ്മൾ പോയിട്ട് ഉരുട്ടിക്കൊണ്ടായിരുന്നു. അവിടെ വന്ന് സ്വന്തം വീട്ടിലേക്ക് വരാൻ പോലും ആരും കഴിയുന്നില്ല, എന്നെ പോലും കഴിയുന്നില്ല. സ്വയം പര്യാപ്തമാകുന്ന ഞാനൊരു സിസ്റ്റത്തിനൊന്നും കുറ്റം പറയുന്നില്ല. എനിക്ക് എന്നെ അങ്ങനെ വരുന്നത് എന്നുള്ള എൻ്റെ വാദം. അപ്പൊ ലഹരിയിലേക്ക് മക്കൾ പോകുന്നതിന് കാരണങ്ങൾ ഉറപ്പിച്ചോ? നിങ്ങളുടെ വീട്ടിൽ ലഹരി ഉണ്ടോ? യെസ് എന്നാൽ കേരളത്തിനെ കുറിച്ചൊക്കെ കാരണമുണ്ടാകുന്ന 2018 ലഹരിയുടെ വേണ്ടാത്ത ലഹരി മനസ്സിലായില്ലേ? വേണ്ടാത്ത ലഹരിയുടെ ഉപയോഗത്തിൽ കേരളത്തിൽ 8ാം സ്ഥാനത്തായിരുന്നു. കേരളം നമ്മളെല്ലാം 8ാം സ്ഥാനത്തായിരുന്നു. കൊറോണയ്ക്ക് ശേഷം 2027 നിങ്ങളെയും എൻ്റെയൊക്കെ പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ത്യയിലെ മികച്ച ഇന്ത്യൻ സംസ്ഥാനമായ പഞ്ചാബിനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മളിന്ന് മുന്നിലേക്ക് വന്നു. ഇപ്പൊ ആരാണ് സർവ്വസ്ഥാനത്തേക്ക് വരുന്നത്? അഭിമാനിക്കാമോ? നമുക്ക് കേരളത്തിൽ അഭിമാനിക്കാമോ? ഇല്ല. എന്നാൽ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ പറയുന്ന അർത്ഥം എന്താ? നിങ്ങളെ വീട്ടിൽ എൻ്റെ അച്ഛൻ കുടിക്കൂല, അച്ചാച്ചൻ കുടിക്കൂല, ആരും കുടിക്കൂല എന്നുള്ള വാദം എന്നാൽ തെറ്റ് ചെയ്യുന്നത്. കേരള ഗവൺമെന്റ് പറയുന്നതാണല്ലോ, കേരളത്തിൽ വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഒരാൾ ഉപയോഗിച്ച മദ്യത്തിന്റെ അളവ് ഗവൺമെന്റ് പറയാൻ പറ്റാൻ കഴിയും. ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിച്ച കുട്ടി മുതൽ ഇപ്പം മരിക്കാൻ വന്ന കുട്ടികൾ. അത് നോക്കുമ്പോൾ കേരളത്തിൽ ഒരു മനുഷ്യൻ 4.7 ലിറ്റർ മദ്യം കഴിക്കുന്നു. എത്ര? 4.7. അതായത് നിങ്ങളെ കുടിക്കുന്നില്ല, നിങ്ങളെ പേര് 4.7 ആരും കുടിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യ നന്നാക്കാനൊന്നും തൽക്കാലം നിൽക്കണ്ട, ആരും നന്നാക്കട്ടെ. കേരളം നന്നാക്കുന്നത്